നമസ്കാരം. നമുക്കിന്ന് മാങ്ങ അച്ചാറിടാൻ പോവുകയാണ്. അപ്പോൾ ഒരു കുറച്ച് കൂടുതൽ മാങ്ങ ഇടണം. ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിന് കുറച്ച് മാങ്ങ ഇടുവാണ്. ഞാൻ ആദ്യമായിട്ട് മാങ്ങ അച്ചാറിടുവാണ്. നമുക്ക് പോവാം. ഇതൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കട്ടെ. വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുവാണ്. പിന്നെ മാങ്ങ, മുളകും നമുക്ക് ഉരുളി വെക്കാൻ പോവുകയാണ്. ഉരുളി വെച്ച് ഉരുളി വെച്ച് ഇത് ചൂടാകട്ടെ, പാത്രം ചൂടാകട്ടെ. ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണ ചൂടായി. ഇനി കടുക് ഇടുവാണ്. കടുകിട്ട് അതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് അല്ലേ, അത് പെട്ടെന്നാവും. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതൊന്ന് ഒരു വെള്ള പരുവാണ് ഈ പച്ചമുളക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇടുവാണ്. ഇഞ്ചി പേസ്റ്റ് ഇടുവാണ്. വെളുത്തുള്ളി ഇടുവാണ്. വെളുത്തുള്ളി കൂടി കൂടുതൽ ഇടുവാണ്. അതിനെ ഒന്ന് വഴണ്ട് വരട്ടെ. ഒരു ശകലം കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്നുകൂടി മൂക്കാനുണ്ട്. എന്നാലേ അച്ചാറ് ഇരുന്നാലും കുറച്ച് കൊടുത്തു വിടാനുണ്ട്. എല്ലാത്തിനും കൂടിയുള്ളതാണ്. ഒരാൾക്ക് കുറച്ച് കൂടുതൽ അച്ചാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാമല്ലോ എന്ന് നോക്കാം. ഒന്ന് പൊട്ടിക്കോട്ടെ. വേപ്പില ഒന്ന് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് മുളക് പൊടി ഓക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു. അതല്ല, ഇപ്പം നമ്മൾ കടുക് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ ഉലുവ ഇത്ര കൂടുതൽ ഉള്ളതുകൊണ്ട് ഉലുവ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുക. അപ്പം ഞാനിത് ഫ്ലെയിം ഒന്ന് ഓഫാക്കാൻ പോവുകയാണേ. എന്നിട്ട് ഉലുവാപ്പൊടി ഇടാം. ഒരു 2 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറകെ മഞ്ഞൾ, ഇതിൻ്റെ അകത്ത് കാശ്മീരി ഉണ്ട്, സാദാ മുളക് പൊടിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് മുളക് പൊടി 2 കൂട്ടം ഇട്ട് അതൊന്ന് ചൂടായിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ കായം ഇട്ടാലേ കായം കരിഞ്ഞു പോകും. ഇതിൻ്റെ ഒരു പച്ചമണം പോട്ടെ. 2 മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഒരു 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കായം കുറച്ച് കൂടുതലുണ്ടായാലും കായം കൂടുതൽ വേണം. എന്നാലേ കാര്യം ഇത്രയും സാധനം കൂടുതലുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് കൊടുത്തു വിടുകയും വേണം. ചോദിച്ചതാണ് ഞാൻ. പണ്ട് ഞങ്ങളെ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു അയൽക്കൂട്ടം ഉണ്ടായിരുന്നേ. അതിൻ്റെ അകത്ത് അച്ചാറുകളൊക്കെ ഇട്ട് അപ്പം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ തന്നെ അച്ചാർ അത് നമ്മൾ കടകളിലും കൊടുക്കുമായിരുന്നു. അന്നേരം അതുകൊണ്ട് ഈ ഗൾഫിലുള്ളവരൊക്കെ പോകാൻ നേരത്ത് നമ്മുടെ തന്നെ മേടിച്ചുകൊണ്ട് വെച്ചു. ഇനി അരി ഒഴിക്കുവാണേ. മൂന്നേ 3/4 കിലോ മാങ്ങയുണ്ട്. 4 തികയത്തിലായിരുന്നു. അതുമല്ല ഞാൻ ഇപ്പോഴത്തേക്ക് മാങ്ങ പച്ചമാങ്ങയ്ക്ക് തിരക്കി ഞാൻ ഒത്തിരി നടന്നു. കാര്യം പോകാനും എടുക്കാനും ഒക്കെ എല്ലാത്തിനും ഞാനേ ഉള്ളൂ. പിന്നെ എൻ്റെ കൊച്ചുമോനും ഉണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ കൂട്ട്. പിന്നെ ഞാൻ തെണ്ടി പോയേനെ. മാങ്ങ ഇടാൻ പോവാണ് ഗായ്സ്. മാങ്ങ ഇടാൻ പോവുകയാണ് പറഞ്ഞിട്ട് മാങ്ങയും ചൂണ്ടിക്കൊണ്ട് പോവുക ആങ്ങളെ മങ്ങളും കൂടി. എങ്ങനെ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ
ക്യാമറാമാൻ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതിന് കൂടെ കുറെ ജാടയുണ്ടേ പുള്ളിക്കാരന്. ക്യാമറാമാനാന്നുള്ള ആഹാരവും എല്ലാം കൂടി ഉണ്ട്. എന്നാലും അങ്ങനെ ഒരാളുള്ളതല്ലേ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടത്തില്ല. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഓഫാക്കിയിട്ടില്ല. ഇനി അപ്പം മാങ്ങ അച്ചാർ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ടേസ്റ്റ് ചെയ്യുന്നോ? ആ ചൂടല്ലേ? ചൂടൊന്നുമില്ല. ടേസ്റ്റ് നോക്ക്. ഉം. പറഞ്ഞോ, കൊള്ളാണല്ലോ. ആ ചെനച്ച മാങ്ങ ആയതുകൊണ്ട് നല്ല മധുരം ഇത്തിരി ചെനപ്പുണ്ടായിരുന്നു ഈ മാങ്ങയ്ക്ക്. ഇനി വേറെ ഇരിപ്പുണ്ട്, അതും കൂടി ഇടണം. ഇത് ഇങ്ങനെ ഇടുവാണ്. ശരി, അടുത്ത ഒരു അച്ചാറും കൊണ്ട് അടുത്ത ഓക്കെ. അപ്പം അറിയാലോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ സപ്പോർട്ടും, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ബലമായിട്ടുള്ളത്. എനിക്ക് സപ്പോർട്ടും തരണം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.